ഹലോ, ആയുധം വെച്ചുള്ള കളിയാണ്. അതെ, ഇവിടെ വന്ന് ഇവിടെ ഷോ കാണിക്കാനായിട്ട് കുറെ നേരം ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. നാണാവില്ലേ നിങ്ങൾക്ക്? ഒന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈവ് ബിരിയാണി കുക്കിംഗ് കോമ്പറ്റീഷൻ അല്ലേ? സ്ത്രീകൾ പരിപാടി പോയി ഞാനങ്ങനെ മത്സരിച്ചാലുണ്ടല്ലോ ഫസ്റ്റ് ഷുവറാ 5 ലക്ഷം ഞാൻ തൂക്കിയാണ്. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. അത് എൻ്റെ മാത്രം സംശയമല്ല, പ്രേക്ഷകരുടെയും കൂടി സംശയമാണ്. നിങ്ങൾക്ക് ഈ ഷോ കാണിക്കാനും അല്ലാതെ ഈ കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. ഞാൻ ഭയങ്കര കുക്കാ. പിന്നെ അങ്ങനെ നിർത്തിയാണ് അപമാനിക്കുകയല്ലേ. പിന്നെ പറയാൻ ക്ഷണിച്ചേ? ആരും ക്ഷണിച്ചൊന്നുമില്ല, ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. ഇത് വലിഞ്ഞു കയറി വന്നു അല്ലേ? അങ്ങനെയും പറയാം. അല്ല, ഇവിടെ ഇരുന്ന് വാചകം കുറിച്ചോണ്ടിരുന്നാ മതി. ഇതല്ല നമ്മുടെ ആയുധം, ഇതാണ് നമ്മുടെ ആയുധം. പിടിക്കൂ, ഫോളോ മീ. ഹലോ ഹലോ, നമ്മുടെ ബിരിയാണി ഫസ്റ്റ് യാത്ര തുടങ്ങി ഇപ്പൊ കൊച്ചി എത്തി. മണങ്ങനെ എന്നെ പൊന്നെ, നീൻപുളി പറഞ്ഞ പോലെ അതെ, ചുറ്റിലൊന്നും കാണാൻ പറ്റുന്നില്ല. ആ നെയ്യിൽ ആ മൊരിയുന്ന ഉള്ളിയുടെ മണവും പിന്നെ ആ കശുവണ്ടി വെള്ളം എല്ലാം കൂടെ ചേർത്തിറക്കാം, പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറക്കാം. പിന്നെ ആ മസാലയുടെ ഒക്കെ മണവും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ആ നെയ്യിലും ആ എണ്ണയിലും ഒക്കെ കിടന്ന് മൊരിയുന്ന ആ മണം ഉണ്ടല്ലോ എൻ്റെ സാറേ. പിന്നെ ചുറ്റിലൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഭയങ്കര സങ്കടത്തിലാ. എന്താ വെച്ചാലേ 10 ജില്ലയായി, ഇനി 4 ജില്ല കൂടെ ബാക്കിയുള്ളൂ. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര ശോകമുണ്ട്. ഇതെന്തൊക്കെ എന്താ പേര് ബിരിയാണി? അടിപൊളി മൂർഗ് മുന്താസ് ബിരിയാണി. ആരത്? അതായത് മുന്താസ് ബിരിയാണിയാണോ? എന്നാൽ ഓതന്റിക് പിന്നെ ദം ബിരിയാണിയുടെ അതേ സ്റ്റൈലിൽ തന്നെ ഒരു ഇച്ചിരി ചേഞ്ച് വരുത്തി. അതെനിക്ക് 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന നിങ്ങളുടെ കൈപുണ്യം ഇന്ന് കുറെ ആളുകൾ അല്ലെ കേരളം ഒട്ടാകെ ഇവരുടെ കൈപുണ്യം അറിയാൻ പോവുകയാണ്. സന്തോഷായി. പ്രൈസ് കിട്ടിയാൽ കൊടുക്കൂല കേട്ടാ. പ്രൈസ് കിട്ടിയാൽ ഷെയർ ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. പണിയല്ല, എപ്പോഴേ കഴിഞ്ഞു. നമുക്ക് എന്ത് ബിരിയാണി പണ്ട് പഴമ കൊളക്കോയ്ക്ക് ശങ്കരാന്നൊക്കെ പറയും. സത്യം, കണ്ണം പൂട്ടി വെക്കാൻ പറഞ്ഞു. അവിടെ സ്വന്തമായി എന്തെങ്കിലും പേരുണ്ടോ? ബിരിയാണി കിട്ടിട്ടുണ്ടോ? അവിടെ അവരൊക്കെ സ്വന്തമായി പേരിട്ടിട്ടുണ്ട്. ഒത്തൻറ്റിക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ മുളക് പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒത്തൻറ്റിക് പറയുമ്പോൾ അങ്ങനെ തന്നെയുള്ള വരിക. നമ്മൾ ഒരുപാട് സ്പൈസസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര കാരണം പറഞ്ഞറിയോ? ഇതൊക്കെ ഇവരോടല്ലേ പറഞ്ഞത്, അടുക്കള കയറാത്തവളോട്. ഇവിടെ ആസിഫിയുടെ വൈഫുണ്ട്. നമസ്കാരം. ഹായ്. നല്ല ബിരിയാണി ഫാനാണോ? എങ്ങനെയാ? ബിരിയാണി ഫാനാണ്. ആസിഫിക്ക് എങ്ങനെ ബിരിയാണി ആണോ? കഴിഞ്ഞ ചെയ്ത ഇന്റർവ്യൂ പറഞ്ഞു കേട്ടോ, എന്തോ വെജ് നല്ല ചെമ്മീൻ കറി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇന്റർവ്യൂ. ആസിഫ് അങ്കമാലി അതാണ് ഏറ്റവും ഫേവറേറ്റ്. ആസിഫിന് എല്ലാം ഓരോ നാട്ടിലും ഓരോ ഫേവറേറ്റ് ഉണ്ട്. പൊതുവെ ബിരിയാണി ഫാനാണോ ആസിഫ്? ബിരിയാണി ഫാനാണ്. ആണ്. ഇത്തേ അങ്ങനെ തന്നെ. പേഴ്സണലി ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണ്? വിശക്കുമ്പോൾ ആദ്യം ബിരിയാണി. ഇന്ന ബിരിയാണി ഒന്നുമില്ല, ബിരിയാണി കിട്ടിയാൽ മതി. ചിക്കൻ ബിരിയാണി പിന്നെ മട്ടൻ ബിരിയാണി ആളാണ്. ആസിഫ് അത്യാവശ്യം ഫുഡി ആണല്ലോ അല്ലേ? നല്ല ഫുഡിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിയിലെ ചേച്ചിമാരുടെ ബിരിയാണി? അതിഗംഭീരം. ഈ ഗംഭീരം എന്നൊക്കെ സ്ഥിരം ഞങ്ങൾ കേൾക്കുന്ന, ശരിക്കും പറ. സത്യം അതിഗംഭീരം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് കോഴിക്കോട്ടുകാരുണ്ട്, കണ്ണൂരുകാരുണ്ട്, കേരളത്തിൽ ഒട്ടുമിക്ക ജില്ല ആൾക്കാർ വന്ന് കൊച്ചി സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാത്തരം വെറൈറ്റി ബിരിയാണി ഉണ്ട്. സംഗതി ജോറ് ബാറ്. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിലെയും ടേസ്റ്റ് ഒരൊറ്റ ജില്ലയിൽ വന്നാൽ കിട്ടും. അപ്പം തലക്കാൻ വിട്ടേക്കാം. അതെ. അപ്പം തലക്കാൻ ബൈ. ഓക്കെ. See you.